ഹായ് ഹലോ നമസ്കാരം, താരലക്ഷ്മിയാണേ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കണ്ടന്റ് ചിന്നു പാപ്പു. എല്ലാവരും അറിഞ്ഞു കാണും. ചിന്നു പാപ്പു എന്ന ഒരു യൂട്യൂബർ, വളരെ പ്രശസ്തി നേടിയ ഒരു വ്ളോഗർ ആയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു വിഷമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. തനി കാസർഗോഡ് ഭാഷയിലായിരുന്നു അവര് വീഡിയോ ചെയ്തിരുന്നത്. അപ്പം അവരുടെ ഒരു സംസാര രീതിയാണ് ജനങ്ങളിലേക്ക് അവരെ കൂടുതൽ എത്തിച്ചത്. ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്ന ഒരു കുട്ടി ഒരുപാട് എഫേർട്ട് ഇട്ട് ആണ് സോഷ്യൽ മീഡിയയിൽ അവർ നിന്നതും. നമ്മള് നേരം വെളുക്കുവോളം വെള്ളം കോരിയിട്ട് കുട മുടക്കുക എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ചിന്നു കാണിച്ചത്. ഇതിന് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ പക്വതയില്ലായ്മ, എടുത്തുചാട്ടം എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ 2K പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അങ്ങോട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, ആരോടും പറയുന്നില്ല. ഇവരങ്ങ് നേരെ ആത്മഹത്യ ചെയ്യുമോ, ആത്മഹത്യ ഒരു ട്രെൻഡാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ, ആരൊക്കെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ ഒരു മനധൈര്യം എന്നൊരു ഇതുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഫാമിലിയുടെ നമ്മളോടുള്ള ഒരു വിശ്വാസം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അതൊക്കെയാണ് നമ്മളുടെ ബലം. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അത്രയും ഒരു പ്രശ്നം വരുമ്പോൾ ഇവര് പറഞ്ഞിട്ടുണ്ട്, ഇവര് ഭയങ്കരമായി സ്നേഹിച്ച ഫസ്റ്റ് ഹസ്ബൻഡ് ഇവരെ പറ്റിച്ചിട്ട് വേറെ കല്യാണം കഴിക്കുമ്പോൾ ഇവർ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു എന്ന്. അപ്പോഴും അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഓർത്ത്, ആ കുട്ടിയുടെ ഭാവി ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും ചിന്തിക്കത്തില്ല. 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അവർക്ക്. അവരതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ സ്വാർത്ഥമായ ചില ചിന്തകളുടെ പേരിൽ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവര് പറഞ്ഞു വരുമ്പോഴും ഈ രണ്ടാമത് ഇവര് സ്നേഹിച്ച പയ്യന് കുറച്ച് ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നതാണ്. ഇവര് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വാക്കുതർക്കവും ഉണ്ടാവുന്നു. ആ പയ്യൻ ഇവരുടെ പല റിലേഷൻസും കണ്ടുപിടിക്കുന്നു. ഇവര് ഒന്ന് പച്ച പിടിച്ചു വന്നപ്പോൾ ഇപ്പം ഹെലനോസ് പാട്ട പോലും പറഞ്ഞു ഇവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ വർക്ക് നടത്തിയാണെങ്കിലും നല്ല രീതിയിൽ പൈസ കിട്ടിയ ഒരു അവസരത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ജോലി അടിച്ചുള്ള ജീവിതം, ഇവർ ഡ്രസ്സ് മാറും പോലെ കാമുകന്മാരെ മാറുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിലേക്ക്, കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് ഇവർ പോവുകയും അന്നേരം ഈ ഒരു രണ്ടാമത്തെ ഹസ്ബൻഡ് ഇതൊക്കെ കണ്ടുപിടിക്കുകയും വാക്കുതർക്കം ആവുകയും ചെയ്യുന്നു. എന്നിട്ട് അതിലുണ്ടായിരുന്ന വിഷമോ കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇവർ ഒരു നിമിഷം ഇവരുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം എന്നേ ഞാൻ പറയത്തില്ല, മണ്ടത്തരത്തിലേക്ക് എടുത്ത് ചാടത്തില്ല. ഇപ്പൊ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസിന് താഴെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ വരും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കാം, നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പോലും നിൽക്കാൻ പാടില്ല. ഇപ്പം അവര് പറയുന്നു ആദ്യത്തെ ഹസ്ബൻഡിന്റെ ആ ഒരു പ്രശ്നം തന്നെ ആരുടെങ്കിലും പറഞ്ഞ ആളുകൾ കുറ്റപ്പെടുത്തും, എല്ലാം ഉള്ളിൽ ഒതുക്കുമായിരുന്നു, ആരോടും പറയാതെ സ്വയം എല്ലാം സഹിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് സ്വയം സഹിക്കേണ്ടത്? നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ, അല്ലേ? ഈ പിള്ളേർ, ഇന്നത്തെ തലമുറ, ഇവരുടെ എടുത്തുചാട്ടം, അതാണ് എല്ലാത്തിന്റെയും പ്രശ്നം. എന്തിനും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഒരുപാട് രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ട് അപ്പോഴും എന്നോട് പലരും ചോദിക്കും, എങ്ങനെയാണ് ഇത്രയും എനർജറ്റിക് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെയാണ്. എനിക്കിപ്പോൾ ഒരാഴ്ച അത്രയും തിരക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും 2 ദിവസം ഒപ്പിച്ച് നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത്, അതുപോലെ എന്നെ പോലെ തിരക്കാണ് എന്റെ ഹസ്ബൻഡും, യൂട്യൂബറാണ്, സിനിമ പ്രൊമോഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത് കാര്യം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ 2 ദിവസം, ഒരാഴ്ച 2 ദിവസമെങ്കിലും ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്കൊരു മെന്റലി നമുക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനം നമുക്ക് അവര് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ടോണിക്ക് കുടിച്ചൊരു എഫക്റ്റാണ്. അങ്ങനൊക്കെ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞു തരുന്ന സൊല്യൂഷൻസ് നമുക്ക് ഭയങ്കര പിടിവള്ളിയാണ്. പിന്നെ ഇന്നത്തെ 2K പിള്ളേരിൽ കാണുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇല്ലാത്ത പൈസ എവിടുന്നും കടം വാങ്ങിച്ച് കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ച് ആളുടെ മുമ്പിൽ എന്തൊക്കെയോ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുക. പിന്നീട് ആ കടങ്ങൾ പെരുകുമ്പോൾ ടെൻഷൻ അടിക്കുക. എന്തിനാണ് ഇല്ലാത്തത് കാണിച്ച് വെറുതെ എന്തിനാണ് ഉള്ള സമാധാനം കെടുത്തത്? നമുക്ക് ഏറ്റവും ജീവിതത്തിൽ വലുത് സമാധാനപരമായിട്ട് ഉറങ്ങുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്നോട് പലരും ചോദിച്ചു ചിന്നു പാപ്പിന്റെ ഈ ഒരു ആത്മഹത്യയെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന്. ഞാൻ പറയും, എനിക്ക് ഇതിനോട് ഒരു സെന്റിമെന്റ്സോ ഒന്നുമേ എനിക്ക് തോന്നിയില്ല ആ കുട്ടിയോട്. അതിന് കാരണം എന്താന്ന് വെച്ചാല്
ഒന്നും അറിയാത്ത ഒരു കുട്ടി, ഒരു 4 വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടി അച്ഛനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന വെച്ചാൽ ആ കുട്ടിയുടെ ഭാവി ഒരു 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 പരിഗണന ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സെന്റിമെന്റ്സും ചിന്നുവിനോട് തോന്നില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലേ, ശരിയല്ലേ? ഇപ്പം അതിനൊപ്പം തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാമുകനും ആത്മഹത്യ ചെയ്യുന്നു. ഞാനൊക്കെ ചോദിക്കട്ടെ, ഈ പിള്ളേരൊക്കെ എന്തിനാണ് പ്രണയിക്കുന്നത്? ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രണയിക്കുന്നത്? എന്തിനാണ് പ്രണയിക്കുന്നത്? നമുക്ക് ശരിക്കും അങ്ങനെ തോന്നിപ്പോവും. നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. എന്തോലും ജീവിതം എന്ന് പറയുന്നത് ഭയങ്കരമായ ഓരോ ദിവസവും, നമ്മുടെ ഓരോ ദിവസവും നമുക്ക് കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരും. അതെല്ലാം തരണം ചെയ്ത് ഓരോ ദിവസവും വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് തന്നെ ഒരു മനക്കരുത്ത് വേണം. അപ്പൊ മുന്നോട്ട് ജീവിക്കാനാണ് ഏറ്റവും പ്രയാസം. ആത്മഹത്യ ഒന്നിനും പരിഹാരവുമല്ല, വളരെ എളുപ്പമുള്ള മണ്ടന്മാർ, മടിയുള്ളവർ അവര് സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ.